Hi all. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേഡ്സ്മാൻ ടേണിംഗ് നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിരിക്കുകയാണ്. ഗസറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയുമായിട്ട് PSCയുടെ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് അതിനുശേഷം നിശ്ചിത യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നോക്കാം. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. 196/2024 ആണ് ഈ ഒരു പരീക്ഷയുടെ കാറ്റഗറി നമ്പർ. 196/2024. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നിയമനം വരുന്നത്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കുകളും ഒക്കെ ഇതിന്റെ അടിയിലാണ് വരുന്നത്. പോസ്റ്റിന്റെ പേര് ട്രേഡ്സ്മാൻ ടേണിംഗ് എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. ശമ്പള സ്കെയിൽ ശ്രദ്ധിക്കുക. 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. അത്യാവശ്യം മികച്ച ഒരു സാലറി സ്കെയിൽ തന്നെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 17 വേക്കൻസി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. ട്രേഡ്സ്മാൻ ടേണിംഗിന് 17 വേക്കൻസി ഉള്ളതായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാട് വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ ടേണിംഗ് നിയമനം വരുന്നത് സ്റ്റേറ്റ് വൈഡ് നിയമനമാണ്. നമുക്കറിയാം ഇതിന് മുന്നേ ഉള്ള നിയമനങ്ങൾ ട്രേഡ്സ്മാന്റെ മുൻ പരീക്ഷകളൊക്കെ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടെയായിട്ട് നടക്കുന്ന ട്രേഡ്സ്മാൻ പരീക്ഷകളൊക്കെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ട്രേഡ്സ്മാൻ ടേണിംഗിന്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ആദ്യത്തെ പരീക്ഷയാണിത്. ദെൻ ഓഗസ്റ്റ് 14 വരെ ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. 2/1/1988 ശേഷം, അതായത് 1988 ജനുവരി 2 ശേഷം, ആ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ചവർക്ക്, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ SC/ST അല്ലെങ്കിൽ OBC റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധാരണ കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യവും PSC പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് THSLC സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ടേണിംഗിലായിരിക്കണം ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ SSLC പാസ് ആവണം. അതിനുശേഷം NTC ഇൻ ടേണിംഗ് എന്ന് വെച്ചാൽ ITI പഠിച്ചവരായിരിക്കണം ടേണിംഗിൽ. അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ VHSCയിൽ ടേണിംഗ് പഠിച്ചവരായിരിക്കണം. ഈ 3 യോഗ്യതയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ITI ആയിരിക്കണം, അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഈ ടേണിംഗ് എന്ന് പറഞ്ഞ ട്രേഡിൽ വേണം അത്. ദെൻ VHSC ഈ ട്രേഡിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SSLC അതിന് മുമ്പ് പാസ്സായിരിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട്. അതായത് തൊട്ട് മുൻപ് നടന്ന ട്രേഡ്സ്മാൻ ടേണിംഗ് റിക്രൂട്ട്മെന്റിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പരീക്ഷയ്ക്കായിട്ടും അപ്ലൈ ചെയ്യാം. അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് PSC പറയുന്നത്. അപ്പോൾ NTC ടേണർ, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITIയിലെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിന് ഇക്വലന്റ് ആണ് ITI മെഷീനിസ്റ്റ് അല്ലെങ്കിൽ NTC മെഷീനിസ്റ്റ്. അതുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ, ഇത്രയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡ്സ്മാൻ ടേണിംഗിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് PSC പറയുന്നത്. ശ്രദ്ധിക്കുക. മെക്കാനിക്കലിലും ഓട്ടോമൊബൈലിലും ഒക്കെ പോളി ഡിപ്ലോമ ഉള്ളവരെ സംബന്ധിച്ചിട്ടും, അതുപോലെ തന്നെ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവരെ സംബന്ധിച്ചിട്ടും, മെഷീനിസ്റ്റ് ട്രേഡിൽ NTC ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ. കുറേ ആളുകളൊക്കെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന് വേണ്ടി പഠിക്കുന്നുണ്ടാവും. ഏതാണ്ട് സമാനമായ സിലബസ് തന്നെയാണ്, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും. അതേസമയം ആ ജൂനിയർ ഇൻസ്ട്രക്ടറിന് അപ്ലൈ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ ITI എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേസമയം ITI ട്രെയിനിങ് മാത്രമുള്ള ആളുകൾക്ക് ട്രേഡ്സ്മാൻ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്കും മികച്ച ഒരു അവസരം തന്നെയാണിത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. വേക്കൻസികൾ ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സർക്കാർ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.